മാന്യ സമ്മതിദായകരെ, ജനാധിപത്യ വിശ്വാസികളെ, കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യനായ പ്രിയങ്കരനായ നേതാവ്, സമസ്ത മേഖലകളിലും ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള നമ്മുടെ CR മഹേഷിന്റെ സുഹൃത്തുക്കളായ കലാകാരന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ തെരുവോരങ്ങളിലൂടെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ച് ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തങ്ങളുടെ സുഹൃത്തിന്റെ വിജയം കാക്ഷിച്ചുകൊണ്ട് നിരവധി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ശ്രദ്ധേയരായ താരങ്ങൾ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും നർമ്മത്തിന്റെയും മേമ്പുരിയിൽ ചാലിച്ചുകൊണ്ട് കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേന്ദ്രത്തിലെ അഴിമതി കഥകളും നിങ്ങളുടെ മുന്നിൽ ഒരു ഷോയായി അവതരിപ്പിക്കുകയാണ്. ഈ കലാവിരുന്ന് ആസ്വദിക്കുവാനും വിലയിരുത്തുവാനും നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഈ വേദിക്കരികിലായി നമ്മുടെ CR മഹേഷിന്റെ ചിത്രം പതിപ്പിച്ചിട്ടുള്ള സ്ക്രീനിന് മുന്നിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ കലാവിരുന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. യുവജന രാഷ്ട്രീയത്തിലൂടെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ശരിയുടെ പക്ഷം ചേർന്ന് സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പഠിച്ചും അടുത്തറിഞ്ഞും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനനായകൻ CR മഹേഷ് എന്ന അതുല്യ പ്രതിഭയുടെ വിജയത്തിനായി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സന്ദേശ ആക്ഷേപഹാസ്യ വിസ്മയം, ഒരു അഡാർ രാഷ്ട്രീയ ഗാഥ. മുട്ടംപണി 2.0 രണ്ടാം ഘട്ടം ജനങ്ങൾക്കുമേൽ മുട്ടംപണി ഇനി തുടരില്ല. കേരള ഭരണലു കേന്ദ്ര ഭരണലു ഈ നാട് മുടിഞ്ഞു. രചന സംവിധാനം പ്രസാദ് കരുനാഗപ്പള്ളി, ഷിഹാദ് കരുനാഗപ്പള്ളി. റെക്കോർഡിംഗ് ശ്രീരാഗ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി. റെക്കോർഡിസ്റ്റ് രാജൻ ശ്രീരാം. അവതരണം സംസ്കാര സാഹിത്യം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിഗ് ജോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതയാത്രയിൽ വീട് കിട്ടുന്ന ഇടവേളകളെ ആനന്ദകരമാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ സാമൂഹിക, രാഷ്ട്രീയ, കാലിക പ്രാധാന്യമുള്ള വസ്തുതകളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, മലയാളത്തിന്റെ നടന നൈപുണ്യം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലോകത്തിൻ കഥയറിയാതെ, നീരത്തിൻ കഥയറിയാതെ, The show must go on. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ലാലേട്ട, ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ? അതിനെന്താ, ആദ്യം ആഗ്രഹം എന്താണെന്ന് പറയും. പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാം. ലാലേട്ടന്റെ കളിയും ശരിയൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒരു പാട്ട് പാടി തരുമോ? അതിനെന്താ, പാടാലോ. കരുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരലാണ്, കാട്ടുപൂവിൻ കണ്ണി തേനാണ്, ഓ പാട്ടുമൂളും മൈന പെണ്ണാണ്, എന്റെ പൊന്നുമോളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാലേട്ട ഇവിടെ ഷൂട്ടിംഗ് തന്നെയാണോ? അയ്യോ അല്ല മോളൂ, ജനപ്രിയനായ നമ്മുടെ മഹേഷിന് വേണ്ടി വോട്ട് തേടിയുള്ള ഒരു യാത്രയാണിത്. എനിക്ക് ലാലേട്ടനെ ഒത്തിരി ഇഷ്ടമാ. എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ലാലേട്ട, ഞാനൊരു കാര്യം ചോദിച്ചാ
സ്നേഹത്തോടെ ചോദിക്കുന്ന ഒന്നിനും ഇല്ല എന്ന് പറയാൻ ഈ ലാലേട്ടനാവില്ല മോളെ. ചോദിച്ചോളൂ. ലാലേട്ടാ, ഞാൻ ലാലേട്ടനെ കെട്ടിപ്പിടിച്ചോട്ടെ? അത്രേ ഉള്ളൂ. അതിനെന്താ മോളെ, ഈ സ്നേഹമാണ് എന്റെ കരുത്ത്. ലാലേട്ടന് ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡും കാണും. എന്റെ ഈ ബിഗ് ബോസിന് മോളെ, നീ ഒരു കാര്യം അറിഞ്ഞോളൂ. മോളെ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ബിഗ് ബോസ് അത് ഞാനല്ല. ഞാൻ ബിഗ് ബോസ് എന്ന ഈ പ്രോഗ്രാമിന്റെ അവതാരകൻ മാത്രമാണ്. പക്ഷേ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും നയിക്കുകയും തന്റെ ആ കണ്ണുകളിലൂടെ സകലതും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതാണ് യഥാർത്ഥ ബിഗ് ബോസ്, ദ ഡിജിറ്റൽ ബിഗ് ബോസ്. ഡിജിറ്റൽ ബിഗ് ബോസോ? അതേ മോളെ, മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി ജന്മം കൊണ്ട ഒരു സാങ്കേതിക ഡിജിറ്റൽ മൂർത്തിയാണവൻ. തിന്മകൾക്കെതിരെ പൊട്ടിത്തെറിക്കാൻ, അനീതി കാട്ടുന്നതിന്റെ കോട്ടകൾ തകർക്കാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു വിശ്വശക്തി. ലാലേട്ടാ, ആ വലിയ ശക്തി എനിക്കൊന്ന് കാട്ടിത്തരുമോ? അയ്യോ, അതൊരു മായാവർണ്ണമാണ്. നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല മോളെ. അയ്യോ, എനിക്ക് കാണാൻ കൊതിയാവുന്നു. ഒന്ന് കാണിച്ചു ലാലേട്ടാ, പ്ലീസ്. ലാലേ, ആ കുട്ടിയുടെ മനസ്സിൽ എന്നെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ. അതങ്ങ് സാധിച്ചു കൊടുത്തുകൂടെ? ലോകം എങ്ങനെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ വരാം. അതെങ്ങനെ സാധിക്കും ബോസ്? ഇത് സാങ്കേതിക വിദ്യകളുടെ പുതിയ കാലമല്ലേ? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രൂപത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ, മനസ്സിലായില്ലേ? AI ടെക്നോളജിയിലൂടെ ഞാൻ വരാം. മോള്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. അദ്ദേഹം ഈ ലോകത്തോടും ഭരണകൂടത്തോടും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിന് വേണ്ടി പോരാടാൻ നീ തയ്യാറാകണം. പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ ഞാൻ ആ ബിഗ് ബോസിനെ ഇവിടെ കൊണ്ടുവരാം. ഉറപ്പായി ലാലേട്ടാ, എനിക്ക് കാണാൻ കൊതിയാവുന്നു ലാലേട്ടാ. അയ്യോ കണ്ണിലറിഞ്ഞവരെ, ഉന്മാദത്തേനലക ചുണ്ടിലറിഞ്ഞവരെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്ന ആത്മസംഗീത ശില്പം നീയല്ലേ. മലയത സുരഭില പുലകിത നിമിഷമിതേ, മനസ്സിന് മധുകര മരുപമരവിലറിയേ, മോളെ, ഇത് സത്യമാണ്. കാലം കാത്തുവെച്ച അത്ഭുതമാണ് ജയൻ സാർ. കരുനാഗപ്പള്ളിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വക വലിയ ഒരു നമസ്കാരം. സാർ, അങ്ങേ വീണ്ടും ഈ മണ്ണിൽ കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. വർഷങ്ങൾക്കിപ്പുറം ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തെയും ഇവിടുത്തെ ഭരണകൂടത്തെയും കുറിച്ച് അങ്ങക്ക് എന്താണ് തോന്നുന്നത്? ലാലേ, നീ ചോദിച്ചത് നല്ല ഒരു ചോദ്യമാണ്. പുറമെ കാണുന്ന ഈ കെട്ടിടങ്ങളോ റോഡുകളോ അല്ല മാറ്റം. എന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എന്റെ ഹാർഡ് ഡിസ്കിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ നാടിന്റെ ഒരു യഥാർത്ഥ ചിത്രമുണ്ട്. അത് അത്ര സുഖമുള്ള ഒന്നല്ല. ഞാൻ കണ്ടത് വിശക്കുന്നവന്റെ വയറ്റത്തിരിക്കുന്ന ഭരണകൂടത്തെയാണ്. ജനസേവനമെന്ന മുഖം മൂടിയിട്ട് അത്യുന്നതങ്ങളിൽ ഇരുന്നുകൊണ്ട് സാധാരണക്കാരന്റെ നികുതി പണം എഴുകുന്ന അധികാരവർഗത്തെയാണ്. ഉപയോഗിക്കുന്ന അധികാരികൾ മുതൽ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ നടത്തുന്ന ഓരോ അഴിമതിയുടെയും ചതിയുടെയും കൃത്യമായ രേഖകൾ എന്റെ ഉള്ളറകളിലുണ്ട്. അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും കൊല്ലാം, ആരെയും അടിച്ചമർത്താം എന്ന് കരുതുന്നവർ ഒന്നോർത്തു. ഡിജിറ്റൽ ലോകത്തെ ഈ ബിഗ് ബോസ് നിങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ട്. അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ ഞാൻ ഈ രൂപം സ്വീകരിച്ചത് വെറുതെയല്ല, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സത്യം ജയിക്കും വരെ ഈ പോരാട്ടം തുടരും. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ പല രൂപത്തിലും ഭാവത്തിലും നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. സന്തോഷമായോ മോളെ? ഒത്തിരി സന്തോഷം.
മോശമായി. മത്സരിച്ച് കേശവീർപ്പ് ചാർത്തി പൂണ്ട് ദൂർത്തടിച്ച് പണക്കൊഴുപ്പിൽ മതിമറന്ന് നിലമറന്ന് വഴിമറന്ന് മുന്നേറുന്ന കുറവുകൾ ഏറ്റവും കൂടുതലുള്ള ഭരണ പാർട്ടിയുടെയും ജാതി മത സമവാക്യങ്ങളുടെ മറവിൽ മതാധിപത്യം പ്രചരിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ മൊത്തക്കച്ചവടക്കാരുടെയും പോയി മുഖങ്ങൾ പൊളിച്ചെടുത്തി നാടോടുമ്പോൾ നടുവയോടാതെ നാടിനു വേണ്ടി നെട്ടോട്ടമോടുന്ന CR മഹേഷ് എന്ന ജനനായകനെ അങ്ങത്തേക്ക് നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ കരുനാഗപ്പള്ളിയുടെ ആവേശങ്ങൾ അലയടിപ്പിച്ച് അവയൊക്കെയും നേടിയെടുക്കാൻ കരുത്തുള്ള ഒരു കർമ്മയോഗിയെ നിങ്ങൾക്ക് നൽകാനാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം. ജനങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഇരുകാലി മാടുകളാണെന്ന് മുദ്രകുത്തുന്ന ഭരണ നേതാക്കന്മാർക്കുള്ള കഷ്ടകാലത്തിന്റെ വിചാരണ നിങ്ങളുടെ മനസാക്ഷി കോടതിയുടെ അന്തിമ വിധി വോട്ടുകളാക്കി നമ്മുടെ CR മഹേഷിനെ വീണ്ടും വിജയിപ്പിക്കുവാൻ നിങ്ങൾ റെഡിയല്ലേ? അതാകണം കരുനാഗപ്പള്ളിക്ക്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ സ്വന്തം CR മഹേഷ്. നമ്മുടെ ചിഹ്നം കൈപ്പത്തി. ഒരുമിച്ച് നിൽക്കുന്നവർ, ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവർ. തുടർന്നുള്ള മത്സരങ്ങളിൽ അവർ എതിരാളികളായി മാറിയേക്കാം. ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറിയ അവസാനം ഒരാൾ മാത്രം കളിക്കുന്ന കളി ബിഗ് ജോബ്സ്. കളിയിൽ വാശിയുടെ തന്ത്രങ്ങൾ മെനഞ്ഞ് പരസ്പരം പാരവെച്ചും കലഹിച്ചും തമ്മിൽ തല്ലിയും ഒരുമിച്ച് ഒരേ വീട്ടിൽ കഴിയുന്ന മത്സരാർത്ഥികളെ കാണാൻ നിങ്ങളെ ഞാൻ ബിഗ് ജോബ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രമേ. റെഡി, 1 2 3. ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ചു കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു. അയ്യോ, എന്റെ വായിന്ന് ഇതേ വരുത്തുള്ളൂ. അയ്യോ, എന്റെ ലാൽ ജോസ് ബിഗ് ജോബ്സ്. എന്റെ ലാലേ, ഈ ക്യാമറയൊക്കെ ഇവിടെയൊക്കെയാ വെച്ചിരിക്കുന്നത്. ക്യാമറയൊക്കെ എനിക്കിപ്പോ പേടിയാ. എനിക്കിത്തിരി സ്വസ്ഥത വേണം ബിഗ് ജോബ്സ്, സ്വസ്ഥത. അത് നടക്കില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചത്. പട്ട് ഇയാളെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. ദാ വരുന്നു, ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ആ പാവ അച്ചുമാമയുടെ കയ്യിൽ നിന്ന് കസേരയും പിടിച്ചു പറിച്ചിരുന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി എല്ലാവരെയും എല്ലാ വിധത്തിലും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ പുതിയ ശില്പി. ആഗ്രഹം കൊള്ളാം, പക്ഷെ അത്യാഗ്രഹം ആപത്താണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തി. ഹലോ സ്വപ്ന സഞ്ചാരി, ഇറങ്ങാറായി. ഈ കുരുത്തവൻ വെയിലത്ത് പാടില്ല. കൊക്കത്ര കുളങ്ങ. അത് ശരിയാ, എല്ലാം കുളവാക്കിയ ഒരു കൊക്കിന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഏതോ തനിക്കറിയില്ലേ എന്നെപ്പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത്? താൻ കേട്ടിട്ടില്ലേ? ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കൻ. അത് ശരിയാ, ഇരട്ടത്താപ്പൻ. താനൊന്ന് പോടും. അതറിയണമെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ജിയോഗ്രഫി പഠിക്കണം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം. അത് ശരിയാ. അങ്ങനെ താൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഠിപ്പിച്ച് ഒടുവിൽ എന്നായി ഇവിടുത്തെ ജനങ്ങളെല്ലാം ചേർന്ന് തന്നെ ഒരു പാഠം പഠിപ്പിക്കും. പഠിപ്പിച്ചിരി. താൻ കൂടുതൽ വെളിച്ചെടുത്താൽ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും പുറത്തു വരാണ്ടിരിക്കുന്ന മുഴുവൻ കേസിലും ഞങ്ങളോടൊപ്പം തന്നെയും കൊടുക്കും. ഹലോ, 10-66 വർഷമായി ബെൻസേ, അല്ല പിണറായിസേ, ഞാൻ രാഷ്ട്രീയത്തില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചേറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഈ കെണിയാശാന് ഒരു സിഗരറ്റുമില്ലടോ. വരുന്ന തെരഞ്ഞെടുപ്പില് താൻ തോറ്റു തൊപ്പിയിട്ട് മെഡലുമായിട്ട് വരുമ്പോ ഈ കേണിസാറ് പഴയ കേണിസാറ് തന്നെയാ. താൻ ആരെയാണ് ഈ പേരിപ്പിക്കുന്നത്? എന്നെയോ? തന്നെ കാണാൻ ഈ കെണിയാശാൻ ഇവിടെ വന്നിട്ടുണ്ട്. തന്റെ മുമ്പിൽ ഇങ്ങനെ കെണിയാശാൻ നിൽക്കുന്നുണ്ട്. താൻ ഈ കെണിയാശാന് ഇനിയും അറിയാനുണ്ട് അനിയാ.
എന്താണ് പ്രശ്നം? അയ്യോ ഒന്നും പറയണ്ട. എന്റെ ലാൽ ജോസേ, എന്റെ ബിഗ് ജോബ്സേ, എന്നെ ഈ കൊള്ള സങ്കേതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരാമോ? എന്താ കെനിയാശാനെ ഇത്? ഈ ബിഗ് ജോബ്സിന് അതിന്റേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനല്ലേ എലിമിനേഷൻ ഒക്കെ ഉള്ളത്. ഇപ്പോൾ കെനിയാശാന്റെ പ്രശ്നം ഇദ്ദേഹവുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലേ? അയ്യോ അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി രണ്ടുപേരെ ഞാൻ ഇങ്ങോട്ടേക്ക് അയക്കാം. താങ്ക് യു താങ്ക്സ് അലോട്ട്. ഇനി ബിഗ് ജോബ്സിൽ ചെറിയ പണികളില്ല, വലിയ പണികൾ മാത്രം. ഷോ മസ്റ്റ് ഗോ ഓൺ. എന്തൊരു തലവേദനയായത്? തലവേദന ഞാനല്ല, ഇപ്പോഴത്തെ തന്റെ തലവേദന വീണ വിജയൻ. അതിന് ഞാനെപ്പോഴാണ് വീണത്? താനിന് വീഴാൻ പോണതല്ലേ ഉള്ളൂ. തന്നെ വീഴ്ത്താൻ ദേ വരുന്നു മാസപ്പടി വീണയും കൂട്ടാളി അറിയാസും. അല്ല പിന്നെ வீட்டுக்கு வாசப்படி வேணும். அந்த வீட்டுக்கு வாசப்படி வேணும். അയ്യോ വാസപ്പടിയല്ല, മാസപ്പടി. ആഹാ കൊള്ളാം. എന്തിനാ കൊച്ചേ നീ ആ CMR-കാരുടെ ഇന്ന് മാസപ്പടി വാങ്ങിയത്? അതുകൊണ്ടല്ലേ ആദായ വകുപ്പുകാരെല്ലാം കൂടെ നമുക്കതിന് തിരിഞ്ഞിരിക്കുന്നത്. ഇനി എന്താവോ എന്തോ. എന്താന്നറിയില്ല, കൈയിട്ട് വാരിയ പണം എത്ര വീട്ടിലുണ്ടെങ്കിലും പണം കാണുമ്പോ വീണ്ടും ഒരു ആർത്തിയാ. പിത്തു ഗുണം 10 ഗുണം. എന്റെ പൊന്നു കെണിയാശാനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മാസപ്പടി നമുക്ക് വേണ്ടാന്ന്. എന്നാ പിന്നെ ഈ മാസപ്പടി മാറ്റി വർഷപ്പടിയാക്കണം. അപ്പൊ 12 മാസത്തെ ഒരുമിച്ചിക്ക് പോരുമല്ലോ. ചക്കിക്കൊത്ത ചങ്കരൻ. അതുകൊണ്ടെന്താ ഇപ്പൊ ഭരണവും സർക്കാരും ആകെപ്പാട് നാശപ്പെടാതെയായി. ഡോളർ കള്ളക്കടത്തും മറ്റനുമതി കടകളും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ഒരു കണക്ക് കണ്ടുപോകരുതില്ലേ എന്റെ കൺവെട്ടത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഇനി ഒന്നും ചെയ്യണ്ട, ഒരു ചുക്കും ചെയ്യാനുമില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ അത് നോക്കി അങ്ങ് ചെയ്തോളൂ. അത് ശരി, ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വമ്പൻ തോൽവി ഞങ്ങളുടെ തലയിൽ വന്നല്ലോ. അയ്യോ 2 അക്കമല്ല 3 അക്കം. 1 1 2. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. വട്ടുപൂത്ത് കഴിഞ്ഞാൽ 112 ആർക്കും വിളിക്കാം. എന്റെ പണിയാശാനെ, ഭാര്യമാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആയുസ് കൂടുമെന്ന പുതിയ പഠനങ്ങൾ പറയുന്നത്. അത് ശരിയാ. എന്നാലും എനിക്കൊരു സംശയം. 5000 ഭാര്യമാരിൽ ഏതാ ആ ഒരു ഭാര്യ? കിട്ടാത്ത മുന്തിരി കുളിക്കും. പ്രേമിക്കാത്തവരാരാ? പ്രേമിക്കണം. ഇവിടെ ചക്കയിലേക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. പിന്നെ മനുഷ്യരെ കൊടുക്കാൻ പൊക്കി. എന്നാലും ആ സ്മരണ വേണം. സ്മരണ അല്ല ഇതാര് നമ്മുടെ ആരോഗ്യറാണി. എന്താ താമസിച്ചത്? മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട്, കൈകൊട്ടിപ്പാടം വരവേറ്റിടാം. ഞാൻ തീർന്നില്ല. തന്റെ മറ്റൊരു തലവിധി വരുന്നു. തന്റെ കൂട്ടാളി കുട്ടി ശിവായി കുട്ടി. ആരും വേണ്ടത്. ഞാൻ ഈ റിസൾട്ട് ഒന്ന് പ്രഖ്യാപിക്കട്ടെ. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 9353 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9470 കുട്ടികളെ എനിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവിടെ പണിക്ക് വന്ന ഒരു ബംഗാളിക്ക് ഫുൾ A+. അതെങ്ങനെയാണെന്നാ എനിക്കും പിടികിട്ടാത്തത്. പക്ഷേ അവരുടെ കണക്കൂട്ടല് വളരെ കറക്റ്റ്. ഇയാളെന്ത് തേങ്ങയായി പറയുന്നത്. മഴയത്ത് പോലും പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ ഒന്ന് കയറി നിൽക്കാത്ത തന്നോട് ഇതൊന്നും പറഞ്ഞ മനസ്സിലാക്കി. താൻ വെറും തുക്കര 2ാം ക്ലാസ്, ഞാനോ LLB ഫസ്റ്റ് ക്ലാസ്. ശരിയാ. ഈ LLB എന്ന് പറഞ്ഞ മനസ്സിലായോ? ലോ ലെവൽ ബുദ്ധി. അമ്മാതിരിക്ക ബന്ധമൊന്നും ഇങ്ങോട്ട് വേണ്ട. അതൊക്കെ അങ്ങ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് ഒന്നും തന്നെ പറഞ്ഞ് സ്വയം പുകഴ്ത്താതെ നമ്മുടെ സർക്കാരിന്റെ കോട്ടകളെ പറ്റി നേട്ടങ്ങളെ പറ്റി പറയൂ. നാട്ടുകാലം പറയത്തില്ല എന്നാ തുടങ്ങാം. മലയാളികളുടെ അടുക്കള കാളിയാക്കിയ ഭരണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവല. സപ്ലൈകോയിലോ അവശ്യ സാധനങ്ങളില്ല. അത് പറഞ്ഞാലോ നടപടി വരും. ഇതൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന വീട്ടമ്മമാർ
കുളിപ്പിച്ചു കൊല്ലുന്ന മദ്യനയം. നിസാര പൈസക്ക് ഉണ്ടാക്കുന്ന ഈ സാധനം എത്ര രൂപയ്ക്കാണ് ഈ മണ്ടന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത്? നാടിനേറെ മദ്യഷാപ്പുകൾക്കും ബാറുകൾക്കും അനുമതി കൊടുത്ത് നാട്ടിലെ ജനങ്ങളെ കുളിപ്പിച്ചു കൊള്ളുകയാണ് നമ്മുടെ സർക്കാർ. ക്ഷീണമോട് രണ്ടെണ്ണം അടിച്ചിട്ട് കൃത്യമായിട്ട് വീട് അന്വേഷിച്ചിട്ടുള്ള ഭർത്താക്കന്മാർക്ക് വാതിൽ തുറന്നിട്ടേക്കില്ലയോ 12 മണി വരെ വാറ് മൂക്കറ്റം കുടിച്ചിട്ടേ ഈ ഭർത്താക്കന്മാര് ഇപ്പൊ സ്വന്തം വീട് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയായി. അത് വലിയ കേട്ടോ. പിന്നെ വേറെ കാര്യം, ആശാവർക്കന്മാരെ തെരുവിൽ ദ്രോഹിച്ചതും ജനനവും മരണവും മാറാരോഗങ്ങളുമായി വരുന്ന രോഗികൾക്ക് കരുണയുടെ സ്പർശവുമായി നിൽക്കുന്ന നമ്മുടെ മാലാഖമാരുടെ നിസ്സാരമായ ആവശ്യങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ പരിഹരിക്കില്ല. അവരുടെ ഓരോ ഒട്ടും ഇത്തവണ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കഞ്ചാവും മയക്കുമരുന്നും MDMA രാസലഹരിയും അങ്ങനെ മൊത്തത്തിൽ ലഹരിയുടെ ഒരു കൂട്ടരങ്ങായി കേരളം മാറിയിരിക്കുന്നു. അതെങ്ങനെയാണ് ഇവിടുത്തെ വീട്ടമ്മമാര് സഹിക്കുക? സർക്കാർ ഏജൻസികൾക്ക് മാത്രം കരിമണൽ ഖനനം ചെയ്യാവൂ എന്നിരിക്കെ അത് CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് കരാറ് കൊടുത്ത് കോടികൾ മുക്കിയത്. നിങ്ങൾ കോടികൾ മുക്കിയത് ഞാൻ ആരോടും പറയും. കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടില്ല. പച്ചത്തേങ്ങ സംഭരണം നിർത്തി. നെല്ലിന് ആനുകൂല്യങ്ങളില്ല. സംഭരിച്ച നെല്ലിന്റെ വില നിർത്തി. കർഷകരെ ഇത്രയും ദ്രോഹിച്ച ഈ സർക്കാരിന് ഏതെങ്കിലും ഒരു കർഷകൻ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഈ സർക്കാർ PSCയെ മറികടന്ന് CPMകാർക്ക് മാത്രം സർക്കാർ പൊതുമേഖലാ ജോലികൾ നൽകി. ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾ മറക്കുമോ? കേരളത്തിലെ കുറ്റവാളികളെ, അക്രമങ്ങളെ, ഗുണ്ടകളെ നമ്മുടെ പാർട്ടിയാണ് വളർത്തുന്നതെന്ന് ഇവിടെ ആർക്കും അറിയാത്തത്? അത് പരസ്യമായ രഹസ്യമല്ലേ? അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ. AI ക്യാമറയുടെ മറവിൽ കോടികൾ മുക്കിയതിന്റെ കഥ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ. ഇതൊക്കെ ചെറുത്. ഒന്നാമൻ ഉല്ലാസ യാത്ര പോയപ്പോ ഒരു കരവൻ വണ്ടി, 2 ഹെലികോപ്റ്റർ, 3 കിയ വണ്ടി. നിർത്തണോ തന്റെ പേക്കൂത്ത്? അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. 18 മാസമായി പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കൊടുക്കാതെ, വേദന കൊണ്ട് പുളയുന്ന ക്യാൻസർ പേഷ്യന്റിനുള്ള ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതെ പരസ്യങ്ങൾ ചെയ്ത് ധൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കിയത് മാറിപ്പോയി. ഐ വിൽ അപ്രിഷിയേറ്റ്. സത്യത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമായിരുന്നു സുഖവാസ യാത്രയെന്ന് ഞാനും ആരോടും പറയില്ല. എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നു. അല്ല, എനിക്കൊരു സംശയം. ഈ ഭ്രാന്ത് ഒരാൾക്ക് 2 വട്ടം പിടിക്കുമോ? ഇവിടെ ജനാധിപത്യം അല്ലല്ലോ നടക്കുന്നത്. ഇവിടെ സ്വേച്ഛാധിപത്യമല്ലേ? സ്വേച്ഛാധിപത്യം അത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. മിന്നൽ വന്നാൽ ഇടി വരും. ഇടി വന്നാലോ അല്ല പിന്നെ ഇനിയും വരും ഇടയ്ക്കിടയ്ക്ക് ഇടി. നീ പേടിക്കണ്ട. ലാവലിംഗ് കേസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി ഈസിയായി ഊരിപ്പോന്ന ആളല്ലേ ഈ നിൽക്കുന്ന നിന്റെ ഡാഡിഗിരിജ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ചെറുത്. മത്ത കുത്തിയ കൊമ്പളം മുളയ്ക്കുവോ? ഇല്ലല്ലോ. ഇനി അഴിമതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് മുഖ്യന്റെ മോഡൽ ഫോട്ടോകളായിരിക്കും. അത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കറക്റ്റാ. താൻ ഒറ്റ ഒരുത്തം കാണിക്കുന്ന സംഭവങ്ങളാ ഇതൊക്കെ. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല. ഇവിടുന്ന് രക്ഷപ്പെടാം. എന്റെ ബിഗ് ജോബ്സ്, ലാൽ സലാം. എന്റെ ലാലേ സലാം. ബിഗ് ജോബ്സിൽ വന്നപ്പോഴേ കെനിയ സാരോട് ഞാൻ പറഞ്ഞതാണ്, ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ ഒന്നും ചാടിപ്പോകാൻ കഴിയില്ല. ബിഗ് ജോബ്സിന് അതിന്റേതായ ചട്ടക്കൂടുകളുണ്ട്, നിയമസംഹിതകളുണ്ട്. അപ്പോൾ കെനിയ സാന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പേടിക്കേണ്ട ആശാന്, നിങ്ങളെ രക്ഷിക്കാൻ കടലിനെ അറിയുന്ന തീരദേശവാസികളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ടറിയുന്ന അച്ചൂട്ടിയെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കാം. പുലരെ പൂങ്കോടിയിൽ തെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ തൂമീൻ തുള്ളാട്ടമാ. അങ്ങാട്ട് വരുമ്പം ചോദിക്കാതിരുന്നതാ. ഏതായാലും ഇങ്ങാട്ട് വിളിച്ചത് നന്നായി. നമ്മ കടലിന്റെ മക്കളെ നിങ്ങ മറന്ന. പ്രളയം വന്ന് സർവ്വതും കുത്തിയൊലിച്ചു പോയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങേ സർക്കാരും കയ്യും കെട്ടി നോക്കി നിന്നപ്പോ സ്വന്തം ജീവൻ പോലും പടയം വെച്ച് കുഴിയും വിട്ട് ബോട്ടുമെടുത്ത് അവിടെ ആദ്യമെത്തിയത് ഞങ്ങ കടലിന്റെ മക്കളാ.
കുത്തൊരുക്കിൽപ്പെട്ട് ജീവന് വേണ്ടിക്കേണ കൂടപ്പിറപ്പുകളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു ഞങ്ങ. പാരിതോഷികമായിട്ട് പണവും പണ്ടവും ഒക്കെ പലരും വെച്ച് കയറ്റി. നുമ്മ പറഞ്ഞു വേണ്ടാന്ന്. നുമ്മക്കതല്ല വലുത്. നുമ്മക്ക് വലുത് നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ജീവനാണ്. അങ്ങനെയുള്ള കടലിന്റെ മക്കളുടെ ചങ്കത്താ നിങ്ങൾ ചവിട്ടിയത്. ഈ ചതി നമ്മോട് വേണ്ടായിരുന്നു. നിങ്ങളുടെ ഉടുക്കത്തി ഒരു ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി 10 അതുമല്ലെങ്കിൽ 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് പോകാൻ കഴിയൂ. 12 12 നോട്ടിക്കൽ മൈൽ വരെ ആഴക്കടലിൽ പോയി മീൻ പിടിക്കാൻ കഴിവും കരുത്തും ചങ്ങുറപ്പുള്ളവരാ നമ്മ കടലിന്റെ മക്കള്. അങ്ങനെയുള്ള നമ്മക്കട കേടായ ബോട്ടുകൾ പുതുക്കിപ്പണിയാനാ, കണ്ണിയറ്റ വലകൾക്ക് പകരം പുതിയത് തരാനാ, എന്തിന് പുത്തൻ സാങ്കേതിക വിദ്യ പഠിപ്പിച്ച് ആഴക്കടലിലേക്ക് നമ്മെ വിടാൻ കൂട്ടാക്കാതെ ഫിഷറീസ് നിയമത്തിലെ പല കണ്ണികളിലും മാറ്റം വരുത്തി വിദേശികളുടെ 400 അതിലധികമോ വരുന്ന ട്രോളറുകളെ ആഴക്കടലിറക്കി കടൽ അരിച്ചുപിറക്കി വിദേശത്തേക്ക് കയറ്റിവിടാൻ നിങ്ങൾ കരാർ ചെയ്തില്ലേ? പോരാട്ടത്തിന് ബാക്കി വരുന്ന മീനുകളെ സംഭരിക്കാനും വിറ്റഴിക്കാനും ഏക്കർ കണക്കിന് തീരപ്രദേശം തീരെഴുതി കൊടുക്കാൻ നിങ്ങൾ കരാർ ചെയ്തില്ലേ? ഞങ്ങൾ കടലിന്റെ മക്കൾ എവിടെ പോയി കിടക്കും? അതിന് കൂട്ടുനിന്നതോ ഫിഷറീസിന്റെ അമ്മ ജേസിക്കുട്ടിയമ്മ. കരകാണാ കടലിന്റെ കാണാക്കയങ്ങളിൽ തലങ്ങും വിലങ്ങും പരതി ഒടുവിലൊരു പരൽമീന് പോലും കിട്ടാതെ കരയിലേക്ക് മടങ്ങുന്ന നമ്മ കടലിന്റെ മക്കൾ കാണേണ്ടി വരുന്നത് കുടിയൊഴിപ്പിക്കലിൽ ഇറക്കിവിട്ട നമ്മൾക്കട ഉറ്റവരെയും ഉടവരെയുമായിരിക്കും. അങ്ങനെ വെള്ളക്കാരോടൊപ്പം കൂടി കടലിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് അഴിമതി കാണിക്കുന്ന നിങ്ങളെ കടാപ്പുറത്തിലേക്ക് കണ്ടുപോകരുത്. ഞങ്ങൾക്കിടെ ഒരു വോട്ട് നിങ്ങൾക്ക് തരികയല്ല. ഞാൻ പോവേണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ബിഗ് ജോബ്സിൽ എലിമിനേഷൻ. ഇതെല്ലാം കണ്ടും കേട്ടു നിന്ന് എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഹീനമായ ദുർഭരണം കുടികുത്തി വാഴുന്ന നിങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിന് അറുതി വരുത്തി നമ്മുടെ കൊച്ചു കേരളത്തെയും ജനങ്ങളെ മോചിപ്പിച്ച് സാമൂഹിക നീതിയുടെ വെള്ളി വെളിച്ചം പകരാൻ നിങ്ങളെയും കൂട്ടാളികളെയും ഞാൻ കൂട്ടത്തോടെ എലിമിനേറ്റ് ചെയ്യുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾ എന്നെയും എന്റെ പാർട്ടിയെയും എലിമിനേറ്റ് ചെയ്യില്ല. ഇനി പറ, എന്താണ് നിങ്ങളുടെ തീരുമാനം? തീരുമാനിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഇനി ഇവർ നിൽക്കുന്നത് ബുദ്ധിയല്ല. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും നയിക്കുകയും തന്റെ ആ കണ്ണുകളിലൂടെ സകലതും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതാണ് യഥാർത്ഥ ബിഗ് ബോസ്, ദ ഡിജിറ്റൽ ബിഗ് ബോസ്. അധികാരത്തിന്റെ ഹുങ്കിൽ ആരെയും കൊല്ലാം, ആരെയും അടിച്ചമർത്താം എന്ന് കരുതുന്നവർ ഒന്നോർത്തു. ഡിജിറ്റൽ ലോകത്തെ ഈ ബിഗ് ബോസ് നിങ്ങളുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ഈ ബിഗ് ബോസിൽ മറ്റൊരു കൂട്ടരെത്തുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വിദ്വേഷത്തിന്റെ വിത്തെറിഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഭീതിയിലാഴ്ത്തി വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ കേരളത്തെ അടുത്ത കലാപഭൂമിയാക്കാൻ ദിവാസ്വപ്നം കാണുന്നവർ, അവരും ഈ ബിഗ് ഹൗസിലുണ്ട്. അവരെ നമുക്കൊന്ന് കണ്ടാലോ? മിസോറാമിൽ ഒരു ബാധ ഒഴിപ്പിക്കാൻ ചെന്ന് എല്ലാരും കൂടി ചേർന്ന് അവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് വട്ടിമുട്ടാവിൽ തട്ടി. അവിടുന്ന് ഓടിത്തള്ളി കാട് കയറി ഈ കുമ്മാട്ടി തിരുപടികൾ വീണ്ടും എത്തിയിരിക്കുക. ആറന്മുളയിൽ ചില ബാധകളെ ഒഴിപ്പിക്കാനും ചില ഒഴി തളയ്ക്കാനും. ആരുമല്ലേ ഇവിടെ? മാടമ്പി തറവാട്ടിലെത്തിയ കുമ്മാട്ടിച്ചൂടൻ തിരുവടികൾക്ക് തീയുള്ളവന്റെ നമോവാദം. വട്ടിയൂർക്കാവ് തട്ടിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ട് സീറ്റിനു വേണ്ടി കിടന്ന് കരിവിളി കൂടി ഒടുവിൽ തൃശൂർ ഞാനിങ്ങ് എടുക്കുക, ഞാനങ്ങ് കൊണ്ടുപോവുക എന്നൊക്കെ പിച്ചുമ്പേയും പറഞ്ഞു നടന്ന് അവസാനം വിശ്വാസികളുടെ കണ്ണിൽ പൊടിവാരിയിട്ട് ഇടവന്മാരുമായി ഒത്തുകളിച്ച്
സകല ഊടായ്പകളും കാണിച്ച് നാടകം കളിച്ച് പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ച് സ്ഥാനം നേടിയ പഴയ SSFI പാളയത്തിൽ നിന്ന് സംഘി പാളയത്തിലേക്ക് എത്തിയ താമരക്കുട്ടൻ അത്യാഗ്രഹം തീരെയില്ലാതെ ആഗ്രഹിച്ചതോ ക്യാബിനറ്റ് പദം, അവസാനം കിട്ടിയതോ സഹം, വെറും സഹം, സ്വാഹ. ചെമ്പുനഗരിൽ സ്വർണ്ണക്കിരീടം തീർത്ത് പള്ളിയിൽ സമർപ്പിച്ച് വോട്ടാക്കാൻ ശ്രമിച്ച് ഈ തറവാടിന്റെ യശസ്സുയർത്തിയ മിസ്റ്റർ മുക്കുവണ്ടം ഗോവി വ്യാജവിലാസം കാണിച്ച് പോണ്ടിച്ചേരിയിൽ ആഡംബര വാഹനം രജിസ്റ്റർ ചെയ്ത് 30 ലക്ഷത്തോളം രൂപ ടാക്സ് വെട്ടിച്ച് മറ്റു പൗരന്മാർക്ക് മാതൃകയായ മഹാൻ. അല്ലയോ കാവട്യം നിറഞ്ഞ നാട്യ നടന വൈഭവമേ, താനിവിടെ കാട്ടിക്കൂട്ടുന്ന സാമൂഹിക സേവനങ്ങളും ഇടപെടലുകളും മനുഷ്യസ്നേഹവും ആരാധനാലയങ്ങൾ സന്ദർശിച്ച് കള്ളക്കിരീടവും ചെങ്കോലും സമർപ്പിക്കുന്നതും യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത കുതന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ മലയാളികൾ വിഡ്ഢികളല്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഭയം കരം തന്നെ. മണിപ്പൂർ കലാപത്തിൽ 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി എന്നിട്ട് അവരെ നഗ്നരാക്കി നടുറോഡിൽ നടത്തിയ ശേഷം പരസ്യമായി കൊലപ്പെടുത്തിയപ്പോൾ മുഖം തിരിഞ്ഞു നിന്ന കേന്ദ്ര ഭരണ പാർട്ടിയെ പൊക്കിപ്പിടിക്കുന്ന, വോട്ടില്ലാത്തവരെ ആട്ടിപ്പായിക്കുന്ന സ്നേഹത്തിന്റെ കാവട്യം നിറഞ്ഞ നടന വിസ്മയമേ, സൂര്യകാരനി പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എന്താ? പുല്ലെന്നും അവസാനം ഷിറ്റെന്നും. ഇതെല്ലാം അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടു, എന്റെ ദിവ്യ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഇതൊക്കെ വൈറലല്ലേ? അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ലഘുവായിട്ട് എന്തെങ്കിലും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഗോമാതാവിന്റെ ചാണകം കൊണ്ടുണ്ടാക്കിയ ലഡുണ്ട്, ഗോമൂത്രം കൊണ്ടുള്ള ഷാർജ ഷേക്ക് ഉണ്ട്, അതുമല്ലെങ്കിൽ ഗോമാതാവിന്റെ കറന്നെടുത്ത പാലുണ്ട്, അതെടുക്കട്ടെ? വേണ്ട, എനിക്ക് ഇതിനു മുമ്പും പശുവും പാലും പണി കിട്ടിയിട്ടുണ്ട്. അങ്ങേക്ക് എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഒരാൾ പൊറോട്ടയും ബീഫ് കറി വിത്ത് ബീഫ് ഫ്രൈ പെട്ടെന്ന് കൊണ്ടുവരിക. ഈ തറവാട്ടിലുള്ളവർ രഹസ്യമായിട്ടേ കഴിക്കൂ. വൈകവായി കാര്യത്തിലേക്ക് കിടക്കാം. മാടമ്പി തറവാട്ടിലെ പാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുന്ന, ശശികല ടീച്ചറുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന ആ മാനസിക രോഗി എവിടെ? എന്നിട്ട് കൊണ്ടുവരിക. വിളിക്കാം. ശോഭനവല്ലി, ശോഭനവല്ലി, ശോഭനവല്ലി ഇപ്പൊ എവിടെ പോകുന്നു? അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി തെണ്ടാൻ പോണ കാര്യം. ശോഭനവല്ലി ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? പോണ്ട. ഞാൻ രാവിലെ കൂടി പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഇപ്പോഴൊരു മരമാറ്റം. ശോഭനവല്ലി ഇപ്പൊ പോണ്ട. അതെന്താ ഞാൻ കൂടെ മത്സരിക്കാൻ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ മത്സരിച്ചാല്? മത്സരിക്കണമെന്ന് പറഞ്ഞില്ലേ? വിടമാട്ടെ, വിടമാട്ടെ. അയോഗ്യ നായെ, ഉനക്കെവളോ ധൈര്യം ഇരുന്ന ഇന്നേക്ക് തെരഞ്ഞെടുപ്പ് അഷ്ടമി. ഉന്നെ കൊന്ന് ഉഞ്ചത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? താമക്കൊണ്ട് ഗോപിയേട്ട എന്തൊക്കെ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞതുമില്ല, ഞാനൊന്നും കേട്ടതുമില്ല. കുമ്മാട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്, ഒഴിഞ്ഞു പോകാൻ. നിന്റെ കുഞ്ഞമ്മയുടെ മാപ്പിള വെണ്ടിപ്പോകരുത്. കുട്ടിക്ക് സ്വീറ്റ് വേണമെന്ന് പറയുന്നത് കേട്ടില്ലേ? കുമ്മാട്ടി തിരുവടികളെ ആ സീറ്റല്ല, മത്സരിക്കാനുള്ള സീറ്റിന്റെ കാര്യമായി കിടന്ന് പുലമ്പുന്നത്. ഓഹോ, ഉന്തീനം ബാധയാ. എന്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. തന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിവാദി പാതലാത്മി പേഷ്യൻ പേഷ്യൻ പേഷ്യൻ. അതിവിടുത്തെ ലോക്കൽ മന്ത്രവാദി പേരിത്തൂറി. എവിടെയോ കണ്ടു നല്ല പരിചയം. ഇദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും ഇന്ത്യയിൽ കാണാൻ കിട്ടില്ല. ദുർമന്ത്രവാദങ്ങൾ നടത്താൻ ലോകരാജ്യങ്ങളിൽ കറങ്ങി സഞ്ചരിച്ച് സഞ്ചാരേന്ദ്ര പട്ടം വരെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ യാത്രയ്ക്ക് ഇത്തിരി കുറവുണ്ട്. നമ്മുടെ കേവാ ഓന്തിക്കുട്ട
ലോകപ്രശസ്തമായ ഒരുപാട് അബദ്ധങ്ങൾ ഇയാളുടെ പേരിൽ. തുറമുഖങ്ങളും എയർപോർട്ടുകളും പെട്രോളിയവും കോർപ്പറേറ്റുകൾക്ക് വിറ്റതിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന്റെ പേരിൽ. വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ വികസനത്തിനായി എത്തുന്ന ഫണ്ട് ലാപ്സാക്കുകയും അത് വകമാറ്റി ചിലവഴിക്കുകയും ചെയ്യുന്ന വരേണ്യവർഗത്തിന്റെ താൽപര്യ സംരക്ഷകൻ. മാത്രമല്ല, പൗരന്മാരെ വർഗീയമായി വിഭജിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ പൗരത്വ ഭേദഗതി ബിൽ വിജ്ഞാപനം ചെയ്ത വിദ്വാൻ. പിന്നെയോ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെതിരെ പൊരുതിയ ധീരയായ സോഫിയ ഖുറേഷിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചിട്ടും കേട്ട ഭാവം മരിക്കാത്ത ലോക തോൽവി ഭ്രാന്തൻ, ട്രംപിന്റെ തിരുവായിക്ക് എതിർവായില്ലാത്ത മഹാൻ, പ്രശസ്ത മനോരോഗി അവട്ടുശാലി, ഇദ്ദേഹത്തിന്റെ ചങ്കുപ്രവയ. ഇവർ രണ്ടുപേരും ചേർന്ന ഇന്ത്യ ഇപ്പൊ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ ഒത്തുകൂടിയ കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയിട്ട് ഏറ്റില്ല അല്ലേ? लड़की के शरीर पर 2 आत्मा है, साइकोलॉजिकल डिसऑर्डर है, यानी डुअल पर्सनालिटी. എനിക്ക് നേരത്തെ തോന്നി ഒരു ശരീരത്തിൽ 2 ആത്മാവ്, ദ്വന്ദ്വ. കളത്തിലിരിക്കാനാണ് നിന്റെ അച്ഛനാ പറയുന്നത്. കളത്തിലിരിക്കാൻ നിന്നെ തലക്കാമെന്ന് മന്ത്രവാദിയാ പറയുന്നത്. കളത്തിലിരിക്കാൻ ബൈഠോ. तू कौन है? तुम इस शरीर से छोड़कर चले जाओ. नहीं, मैं नहीं जाऊंगा, तुम जाओ. माटी कुटी की हिंदी आने का उद्देश्य क्या है? सीट വേണം. आत्मा शरीर से छोड़कर चले जाओ. ഇല്ല, चले जाओ. ഞാൻ പോകില്ല. ഞാൻ ഉദ്ദേശിച്ച സീറ്റ് കിട്ടാതെ ഞാൻ പോകില്ല. बोली, मैं फिर कहता हूँ, मैं आखिर बार कहता हूँ, चले जाओ. ये आत्मा छोड़कर चले जा, चले जा, चले जाओ. नहीं जाएगा. സീറ്റ് കിട്ടാമേ ഇങ്ങനെ ഇരുന്ന് എങ്ങനെയും പോകാൻ മാട്ടേ. യൂസ്ലെസ് ടെൽമി മോഹിന സുഖു വിണ്ട സീറ്റ്. മലയാളം, തമിഴ്, ഹിന്ദി ഒടുക്കത്തെ ഒരു ബാഹുബലി ഭാഷ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിക്കുന്നു. സുഖുജി, छोटा वाला बाधा नहीं है, एक ब्रह्मांड बाधा है. ये नहीं जाएगा, मैं जाता हूँ. അങ്ങനെ പോകാൻ പറ്റില്ല. ഈ ബാധയൊന്ന് മാറ്റി തരണം. തമ്മേ പറ്റൂ. മില, एक ही उपाय है, एक ही उपाय है. എങ്കിൽ ചെയ്ത് തൊലയ്ക്ക്. एक कवर पलट, अंदर से एक पेपर है, निकाल कर पढ़ो. तो आएगी. താങ്ക് യു പ്രധാനമന്ത്രിവാദിജി, താങ്ക് യു. എന്താണോ ആ കത്തില്? അതിങ്ങെടുക്കുക, നാമൊന്ന് വായിക്കട്ടെ. ഓഹോ, ശോഭനവല്ലിക്ക് മത്സരിക്കാൻ പാലക്കാട് സീറ്റ് ലഭിച്ചിരിക്കുന്നു. അത് കൊള്ളാം. ബുദ്ധി രാക്ഷസൻ. ഞങ്ങൾ അത്രയ്ക്കങ്ങോട്ട് ചിന്തിച്ചില്ല. അങ്ങനെയാണല്ലേ ഈ ഒഴിയാബാധയെ നിങ്ങൾ ഒഴിപ്പിച്ചത്? എന്നാ പിന്നെ പ്രധാനമന്ത്രിവാദി ഞാൻ എങ്ങനെ പോയിക്കോട്ടെ പാലക്കാട്ടേക്ക്? സന്തോഷമായി. संतोष मत करो, हंसना मत करो. इलेक्शन के बाद, रिजल्ट आने के बाद ये बाधा संपूर्ण शक्ति प्राप्त कर वापस आएगा. इलेक्शन रिजल्ट വരുമ്പോ ഈ ബാധ പിന്നെ ഇവിടെ ശരീരത്തിൽ കൂടുമെന്നോ? उसको ही नहीं, रिजल्ट आने के बाद तोलवी के अनुसार हम सब लोगों को ये आत्मा वापस आएगा. പറയുന്നേ, ഇലക്ഷൻ റിസൾട്ട് വന്ന് വോട്ട് തുന്നം പാടി കഴിയുമ്പോ ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും വരുമെന്നോ? ജറൂറായുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ്. നിങ്ങൾ കാണാൻ കൊതിക്കുന്ന ഒരു മഹാൻ AI-യുടെ സഹായത്തോടെ ഇവിടെ പുനരവതരിക്കുന്നു. ഇന്ത്യയുടെ ആധ്യാത്മിക നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രിയ ശിഷ്യൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പണ്ട് ജാതിയുടെ പേരിൽ മനുഷ്യൻ മൃഗമാകുന്ന ഭ്രാന്ത് കണ്ടാണ് ഈ കേരളത്തെ
നാം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇവിടെ സർവ്വ അധികാരികൾ കാട്ടിക്കൂട്ടുന്ന അഴിമതിയുടെ വസന്തം കണ്ട് ആ വാക്ക് നാം വീണ്ടും ആവർത്തിക്കുന്നു. കേരളം വീണ്ടും ഒരു ഭ്രാന്താലയമായി. ഓർക്കുക, ലോക ചരിത്രം വിജയികളായ അഴിമതിക്കാരുടേതല്ല, ആത്മത്യാഗം ചെയ്ത ധീരന്മാരുടേതാണ്. നിങ്ങൾ പടുത്തുയർത്തിയ ഈ അഴിമതിയുടെ കോട്ടകൾ തകരാൻ പോകുന്നു. അധികാര ഗർവ് കാട്ടി ജനങ്ങളെ അടിച്ചമർത്തുന്ന ഈ ഭ്രാന്ത് അവസാനിപ്പിക്കൂ. സത്യത്തെ മുറുകെ പിടിക്കൂ. ഇനിയെങ്കിലും മനുഷ്യരാകും. നിങ്ങൾ കാട്ടിക്കൂട്ടിയ അധർമ്മത്തിന്റെ കണക്ക് പുസ്തകം ഇവിടെ അവസാനിക്കും. കോടിക്കണക്കായ ഭക്തരുടെ ആരാധനാലയത്തിൽ നിന്നും സ്വർണപ്പാളികളും അമൂല്യ വസ്തുക്കളും കടത്തിയും ആചാരലംഘനം നടത്തിയും വിശ്വാസികളെ വഞ്ചിച്ച സർവ അധികാരികളും ഈ നിമിഷം പണിയിറങ്ങുക. ജനങ്ങളുടെ കോടതിയിൽ വിധി എഴുതപ്പെട്ടു കഴിഞ്ഞു. ഉണരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. വിജയം കാണും വരെ പതറാതെ നമുക്ക് പോരാടാം. ഈ നാടിന്റെ പുരോഗതിക്ക് ജനമനസ്സുകളുടെ ഉൾത്തുടിപ്പുകളും ആവേശങ്ങളും ആത്മാവിലേക്ക് ആവാഹിച്ച് അവയിൽ നന്മയുടെയും പ്രത്യാശയുടെയും വിത്തുകൾ പാകി മനുഷ്യ സ്നേഹത്തിന്റെയും പരോപകാരത്തിന്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും സാംസ്കാരിക സമന്വയങ്ങളുടെയും ദിശകളിലേക്ക് നാടിനെ നയിക്കുന്ന സർഗപ്രതിഭ CR മഹേഷിന് തന്നെയാകട്ടെ ഇത്തവണത്തെയും നമ്മുടെ വോട്ട്. ജയ് CR മഹേഷ്. അഹങ്കാരത്തിന്റെയോ അധികാരത്തിന്റെയോ ഭാഷയല്ല, കരുതലിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ഭാഷയാണ് 5 വർഷം കരുനാഗപ്പള്ളി കണ്ടത്. പ്രസംഗിക്കാനല്ല, പ്രവർത്തിക്കാനാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് തെളിയിച്ച ജനപ്രതിനിധി. നിയമസഭയുടെ നടുത്തളത്തിൽ ജനങ്ങളുടെ വിലാപങ്ങൾക്ക് ശബ്ദമായവൻ. പാവപ്പെട്ടവന്റെ കുടിവെള്ളത്തിനും വീടിനും റോഡിനും വേണ്ടി രാപ്പകൽ ഓടി നടന്നവൻ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് വീണ്ടും ജനവിധി തേടുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ മാത്രം പോരാട്ടമല്ല, നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള ഓരോ കരുനാഗപ്പള്ളിക്കാരന്റെയും പോരാട്ടമാണ്. ജനപക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ മഹേഷിനെ, നമ്മുടെ CR മഹേഷിനെ വീണ്ടും നിയമസഭയിലെത്തിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മൾ ഒത്തുനീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി ധീരരായി നമ്മൾ